വീട്ടിൽ തണ്ണിമത്തം വാങ്ങിക്കുമ്പോൾ അത് മുറിച്ചിട്ട് ഒരു വെള്ള കളർ ടിഷ്യൂ പേപ്പർ എടുക്കുക. ഒന്നും ഒപ്പി നോക്കാതെ കഴിക്കരുത്, പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് സിവിയർ ഫുഡ് പോയ്സൺ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇൻട്രാവീനസ് ആൻറ്റിബയോട്ടിക്സ് എടുത്തതിന് ശേഷമാണ് ഞാൻ നോർമലായി. എൻ്റെ ഇൻഫെക്ഷൻ ലെവൽ ഭയങ്കര ഓഫ് ദി ചാർട്ട്സ് ആയിരുന്നു, നമ്പേഴ്സ് എല്ലാം. അപ്പോൾ ഞാൻ ഒരു നല്ല കളറുള്ള ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പണി തന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാട്ടർമെലൻ്റെ വലിയൊരു ശതമാനവും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇവിടത്തെയൊക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഇതിനെപ്പറ്റി വാൺ ചെയ്യുന്നുണ്ട്. അതായത് സിവിയർ അഡൾട്രേഷൻസ് നടക്കുന്നുണ്ട്. കളറും അതുപോലെ തന്നെ മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും കുത്തിവെക്കുന്നുണ്ട്. അങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സജസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറയുന്ന ടിഷ്യൂ ഡാബിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒപ്പി നോക്കുമ്പോൾ എന്തെങ്കിലും സ്റ്റെയിൻ, എന്തെങ്കിലും കളർ അവിടെ വരുന്നുണ്ടെങ്കിൽ, അതർ ദാൻ വെള്ളം പോലത്തെ അല്ലാത്ത കളേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് അഡൾട്രേറ്റഡ് വാട്ടർമെലൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കഴിക്കാണ്ടിരിക്കുക. ഈ ഇൻഫർമേഷൻ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് കണ്ടന്റിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ.